സമസ്ത സമ്മേളന വേദിയിൽ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചു നേതാക്കൾ. മൗദൂദിസം സമുദായത്തിൽ ഒളിച്ചുകടത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചാൽ സമസ്ത അനുവദിക്കില്ല എന്ന് MT അബൂബക്കർ ദാരിമി പറഞ്ഞു. ജമാഅത്തിനെതിരായ പ്രമേയത്തിനു പിന്നാലെ വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് സമസ്ത നേതാക്കളെ സന്ദർശിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സമസ്ത. ജമാഅത്തിനെതിരായ പ്രമേയത്തിന് പിന്നാലെയാണ് കൂടുതൽ സമസ്ത നേതാക്കൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. മൗദൂദിസം അതിനിഗൂഢമായ ചിന്താ പ്രസ്ഥാനമാണെന്ന് സമസ്ത സമ്മേളനത്തിൽ MT അബൂബക്കർ ദാരിമി തുറന്നടിച്ചു. വെൽഫെയറിന്റെ പേരിലാവണമെങ്കിലും അതല്ലെങ്കിൽ ബൈത്തു സക്കാത്തിന്റെ പേരിലാവട്ടെ അതല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിന്റെയും ഇലക്ഷന്റെയും പേരിലാവട്ടെ, എന്തിന്റെ പേരിലാണെങ്കിലും മൗദൂദിസം സമുദായത്തിൽ ഒളിച്ചു കടത്താൻ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ശ്രമിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉള്ള കാലത്തോളം അതിവിടെ നടപ്പിലാകുകയില്ല. ജമാഅത്തിനെതിരായ വിമർശനങ്ങൾക്കു പിന്നാലെ അനുനയ നീക്കവുമായി വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് സമസ്ത നേതാക്കളെ സന്ദർശിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ് സമസ്ത നേതാവ് മുക്കം ഉമർ ഫൈസിയെ ഉൾപ്പെടെ സമ്മേളനത്തിൽ സന്ദർശിച്ചത്. VD സതീശന്റെ ജമാഅത്ത് ഇസ്ലാമി പ്രസ്താവനയിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. VD സതീശൻ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയാണ് എന്ന നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമാണെന്ന് അംഗീകരിക്കുന്നില്ല. ഈ നിലപാട് തന്നെയാണോ ലീഗിനുള്ളത് എന്ന് പരസ്യമായിട്ട് പറയണം. അതേസമയം UDF ജമാഅത്തിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷമാണ്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് തെളിയിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ബാധ്യതയാണെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. റിപ്പോർട്ടർ, മലപ്പുറം.